ഭാരതസഭയ്ക്കും സീറോ മലബാർ സഭയ്ക്കും ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും വലിയ സന്തോഷത്തിന്റെ ഒരു വാർത്തയാണ് ഇന്ന് വത്തിക്കാൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മുടെ ഇവിടെ വൈകുന്നേരം 4:30 നമ്മളിലേക്ക് എത്തിയത്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാമൂട് ഇടവകാംഗമായ മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്ടിൽ അച്ഛൻ കർദിനാളായി ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്ത. അച്ഛനെ അറിയാവുന്ന എല്ലാവർക്കും ഇത് വലിയ സന്തോഷകരമായ കാര്യമാണ്. കാരണം അത്രമാത്രം നന്മകളുടെ ഒരു വ്യക്തിയാണ് അദ്ദേഹം. സാർവത്രിക സഭയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക്, അദ്ദേഹം നൽകിയ വലിയ സേവനങ്ങൾക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഈ ഒരു വലിയ പദവി. മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്ടിലച്ചൻ 2006 വത്തിക്കാൻ ഡിപ്ലോമാറ്റിക് സർവീസിൽ നയതന്ത്ര വിഭാഗത്തിൽ ചേർന്നത്. പിന്നീട് അദ്ദേഹം പല രാജ്യങ്ങളിൽ വത്തിക്കാന്റെ നുൻഷിയേച്ചറുകളിൽ അദ്ദേഹം ജോലി ചെയ്തു. 2020 മുതൽ അദ്ദേഹം വത്തിക്കാനിൽ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റിൽ പ്രത്യേകമായൊരു ശുശ്രൂഷ ചെയ്യുകയാണ്. വളരെ ഉത്തരവാദിത്തമേറിയ ഒരു ശുശ്രൂഷയായിരുന്നു അദ്ദേഹത്തിന്റേത്. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ വിദേശ യാത്രകൾ എല്ലാം സംഘടിപ്പിക്കുക, അതിന്റെ ക്രമീകരണങ്ങൾ നടത്തുക, അത് വളരെ ഭംഗിയായി ഉത്തരവാദിത്ത ബോധത്തോടെ അദ്ദേഹം നിർവഹിച്ചു. അത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായിരുന്നു. പരിശുദ്ധ പിതാവിനോടൊപ്പം എപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ജോർജ് അച്ഛനുണ്ട് എന്നുള്ളത് നമുക്കേറെ സന്തോഷകരമായിരുന്നു. ഇപ്പോഴിതാ ആ ശുശ്രൂഷയുടെ അവസാനം ഏതാണ്ട് 5 വർഷമാവുന്നു അവിടെ ശുശ്രൂഷ ആരംഭിച്ചിട്ട്. ആ ശുശ്രൂഷയുടെ അവസാനം അദ്ദേഹം കർദിനാളായിട്ട് ഉയർത്തപ്പെടുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു ബിഷപ്പ് പോലുമല്ല, ഒരു മെത്രാൻ പോലുമല്ല എന്നോർക്കണം. ഡിസംബർ 8 കർദിനാൾ ആയിട്ട് ഉയർത്തപ്പെടുന്ന കൺസിസ്റ്ററി. അതിനു മുമ്പായിട്ട് അദ്ദേഹത്തെ മെത്രാനായിട്ട് അഭിഷേകം ചെയ്യേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഒക്കെ വലിയ സന്തോഷമാണ്. കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തിന്റെ വല്യമ്മച്ചിയെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഫോണിൽ വിളിക്കുന്നത് നമ്മളെല്ലാവരും, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആൾക്കാരത് വീഡിയോയില് യൂട്യൂബിലൂടെയൊക്കെ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും അറിയിക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു അഭിമാന നിമിഷം. അതിരൂപത അംഗങ്ങളോട് എല്ലാവരോടും ചേർന്ന് ഞാനും ഈ സന്തോഷത്തിൽ പങ്കെടുക്കുകയാണ്.